ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നമ്മുടെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കുക്കർ കുഴിമന്തി എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ എടുക്കുക. അത്യാവശ്യം വലിയ പീസിലെടുക്കുക. അതിനെ ഒന്ന് ഫോക്ക് കൊണ്ട് നല്ല രീതിയിൽ കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മുടെ ഒരു ക്യാപ്സിക്കം അരിഞ്ഞത്, ആ വീഡിയോ എടുത്തത് ഇതിൽ നിന്ന് മിസ്സായി, അതുകൊണ്ട് ഞാനത് പറയാം. ഒരു ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. അതേപോലെ ഒരു 2-3 മാഗി ക്യൂബ്സ്, അതേപോലെ നമുക്ക് കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അങ്ങനത്തെ നമ്മുടെ മസാലാസ് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ കുറച്ച് കളറും കൂടി ആഡ് ചെയ്യുക. ഒരു ഉണക്ക നാരങ്ങ അതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് അത്യാവശ്യം സൺഫ്ലവറും കൂടി യൂസ് ചെയ്ത് നല്ല രീതിയിൽ മാഗ്നേറ്റ് ചെയ്ത് വെക്കുക. സെക്കൻഡായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള അരി പ്രിപ്പയർ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് അതിനകത്തേക്ക് നമ്മുടെ ഈ മസാലാസ്, അതായത് ഗ്രാമ്പൂ, കറുവപ്പട്ട, ഏലക്ക, കുരുമുളക് എന്നിവ ഇടുന്നുണ്ട്. അതേപോലെ ഒരു 2 ഉണക്കനാരങ്ങ ഇടുന്നുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ റൈസും കൂടി ഇട്ട് കൊടുക്കുക. ഈ റൈസ് ഒരു പാതി വേവിലാണ് നമ്മൾ എടുക്കുന്നത്. ഈ പാതി വേവിൽ എടുക്കുന്ന റൈസ് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന കുക്കറിലേക്ക് തന്നെ ഈ ചിക്കൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ റൈസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. റൈസ് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മുടെ കളർ വെള്ളം, അതായത് നമ്മുടെ മഞ്ഞ വെള്ളവും അതേപോലെ കളർ അറിയാമല്ലോ, മന്തിക്ക് ഒരു 2 ഷെയ്ഡ് ഓഫ് കളർ ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു കളർ വെള്ളവും കൂടി കുറച്ച് അത്യാവശ്യം ചെറിയ രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു 3-4 പച്ചമുളക് എടുത്ത് ഇങ്ങനെ കുത്തി വയ്ക്കുക. കുക്കർ അടച്ച് ഒരു വിസിൽ കേൾപ്പിച്ചിട്ട് അതിൻ്റെ ഒരു ആവി പോകുന്നത് വരെ ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് തുറന്നെടുക്കാവുന്നതാണ്. സ്വാദിഷ്ടമായിട്ടുള്ള, ഒന്നും പറയാനില്ല, അത്ര അടിപൊളിയായിട്ടുള്ള മന്തി നമുക്ക് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ്. വളരെ കുറച്ച് സമയം മതി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക്